ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ബക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ തബ്നയിൽ കണ്ട പോലെ തന്നെ എല്ലാവർക്കും 1300 കിട്ടുന്ന ഒരു ഓഫറായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഈ വീഡിയോ ആണെന്ന് എല്ലാവർക്കും തന്നെ 100% ഉറപ്പായിട്ടും 1300 കിട്ടും. എനിക്ക് കിട്ടി, അതുകൊണ്ടാണ് ഇത്ര ഉറപ്പോടെ ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടി പ്രൂവനായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഓഫേഴ്സ് മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഞാൻ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്കും ഇത് കിട്ടും. എൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക. എന്നിട്ട് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടൈം ബക്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. കാരണം ടൈം ബക്സിലാണ് ഈ പറയുന്ന ഓഫർ വന്നിരിക്കുന്നത്. ഓഫർ എന്ന് പറയാൻ വലിയ ഓഫറൊന്നുമല്ല, ചെറിയൊരു ഗെയിം, അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡിലുള്ളൊരു ഗെയിം. അത് ഗെയിം കളിച്ചാൽ മതി. എളുപ്പമുള്ള ഗെയിമാണ്, പെട്ടെന്ന് തന്നെ സുഖമായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ വീഡിയോയിലോട്ട് പോകും മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും ഓണാക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. ഓഫർ എക്സ്പയർ ആകും മുമ്പ് നിങ്ങൾക്കത് കംപ്ലീറ്റ് ആകാൻ പറ്റത്തുള്ളൂ. ഇതെൻ്റെ രണ്ടാമത്തെ യൂട്യൂബ് വീഡിയോ ആണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഒരു രീതിയിൽ ഞാൻ നിരാശപ്പെടുത്തില്ല. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ആദ്യം തന്നെ ടൈം ബക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഓഫേഴ്സ് എന്ന സെക്ഷൻ എടുക്കുക. അതിലേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് മൈ ചിപ്സ് എന്ന് പറഞ്ഞ ഓഫർ വാൾ കാണാൻ പറ്റും. ആ മൈ ചിപ്സിലാണ് നമ്മൾ പറഞ്ഞ ഗെയിം കിടക്കുന്നത്. മെർജ് ടൗൺ ഡിസൈൻ ഫാം എന്നാണ് ഗെയിമിൻ്റെ പേര്. ആ ഗെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഗെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷനിൽ കാണാൻ പറ്റും 25 ലെവൽ കംപ്ലീറ്റ് ആക്കാനാണ് ആ ഗെയിമിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. 25 ലെവലൊക്കെ നമുക്ക് സുഖമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 25 ലെവൽ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് $9 കിട്ടും. പിന്നെ അതിന് പുറമെ എക്സ്ട്രാ ഒരു $6 കിട്ടും. മൊത്തം $15. അങ്ങനെ മൊത്തം 1300 നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത പ്ലേ ആൻഡ് ചെയ്യണം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ആകും. റീഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് നമ്മൾ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുക. ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്ലേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗെയിമിലേക്ക് പോകുന്നതായിരിക്കും. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഗെയിമിനകത്ത് പറയുന്നത് പറഞ്ഞാൽ ഒരു ഫാം ഉണ്ടാക്കുക എന്നാണ്. ഫാം പൊട്ടിപ്പൊളിഞ്ഞൊരു ഫാം ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഗെയിം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളെ ഈ ഗെയിമായിട്ട് തന്നെ കളിച്ചാൽ നമുക്ക് ഒരിക്കലും ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം ആയുള്ള എക്യുപ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മെർജ് ചെയ്യുക, അത്രേ ഉള്ളൂ ഗെയിം. നമ്മുടെ പണ്ട് ക്യാൻഡി ക്രഷ് കളിച്ചിട്ടില്ലേ, അതേ മോഡലിൽ കൂട്ടൊരു ഗെയിം. ഇതിനകത്ത് 2 സെക്ഷനാണ് വരുന്നത്. ഒന്ന് പേസ്ട്രി, ഒന്നല്ലാതെ ഒരു നോർമൽ സെക്ഷനും. രണ്ടിനകത്തും നമുക്കാണെങ്കിൽ മെർജ് ചെയ്ത് നമുക്ക് പോയിൻ്റ് അല്ലെങ്കിൽ സ്റ്റാർ ഉണ്ടാക്കുന്നതാണ്. ഈ സ്റ്റാറാണ് നമ്മുടെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഗെയിം എടുക്കുമ്പം ഇവർ എല്ലാം ലോക്കായിരിക്കും. നിങ്ങൾ മെർജ് ചെയ്യുമ്പം എല്ലാം അൺലോക്ക് ആയിക്കോളും. അൺലോക്ക് ആയി കഴിഞ്ഞ് എൻ്റെ അതിനകത്ത് കാണുന്നില്ലേ, അതിനകത്ത് നമ്മുടെ താഴെ കാണുന്ന ആ 7 ടൂൾ ബോക്സ് മാത്രം മതി നമുക്ക്. ബാക്കി എല്ലാ ടൂൾ ബോക്സും താഴെ ഒരു ബാഗ് ഉണ്ടോ, ആ ബാഗിലേക്ക് മാറ്റണം. ബാക്കി ടൂൾ ബോക്സ് മാത്രം ആ ബാഗിലേക്ക് മാറ്റിയാൽ മതി. ആ ടൂൾ ബോക്സിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ, ആ ടൂൾ ബോക്സിൽ നിന്ന് പുറത്ത് വരുന്ന എക്യുപ്മെൻറ്റ്സ് മൊത്തം ഡിലീറ്റ് ആയി കളഞ്ഞിട്ട് അത് നമുക്ക് ആവശ്യം വരത്തില്ല. ഈ 7 താഴെ കാണുന്ന 7 എക്യുപ്മെൻറ്റ്സ് മാത്രമേ നമുക്ക് ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ ഈ താഴെ കാണുന്ന 7 എടുക്കുക. അതിന് മണ്ടേ കണ്ടോ നമുക്കൊരു എനർജി സിമ്പൽ, ആ എനർജി സിമ്പൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിക്ക് ചെയ്ത് മെർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ എനർജി നമുക്ക് ആഡ് കണ്ടും അല്ലെങ്കിൽ ഡയമണ്ട് കൊടുത്തും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു ദിവസം ആഡ് കണ്ട് തന്നെ ഒരു 400 എനർജിയോളം, പിന്നെ അല്ലാതെ തന്നെ ഡയമണ്ട് കൊടുത്തും അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെയാണ് ഗെയിം കളിക്കേണ്ടത്. ചുമ്മാ ഓരോന്നിലും ഞെക്കുക, ഓരോ ടൂൾ ബോക്സ് ഞെക്കുക, അതിനകത്ത് നിന്ന് വരുന്ന എക്യുപ്മെൻറ്റ്സ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയിട്ടുള്ള എടുത്ത് മെർജ് ചെയ്യുക. ഇത്രേ ഉള്ളൂ ഗെയിം. അപ്പം മെർജ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊരു ബ്ലൂ സ്റ്റാർ കിട്ടും. ഈ ബ്ലൂ സ്റ്റാർ നമ്മൾ മെർജ് ചെയ്യുക. ഈ ബ്ലൂ സ്റ്റാർ മെർജ് ചെയ്ത് ലെവൽ 5 ആക്കുക. ബ്ലൂ സ്റ്റാർ ലെവൽ 5 ആക്കിയതിന് ശേഷം മാത്രം റെഡീം ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ ലെവൽ 4 റെഡീം ചെയ്യും. അത് എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ലെവൽ 5 മാത്രം റെഡീം ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലെവൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. എന്നിട്ട് നമ്മളാണെങ്കിൽ താഴെ കാണുന്ന ടൂൾ ബോക്സ് ഒക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ ടൈം ഔട്ട് ആവും. ആ ടൈം ഔട്ട് ആവുന്നവരെ 7 റൗണ്ട് ടൈം ഔട്ട് ആവുന്നവരെ ഇത് തന്നെ കളിച്ചുകൊണ്ടിരിക്കുക. ഈ 7 റൗണ്ട് ടൈം ഔട്ട് ആയിട്ട് നേരെ പേസ്ട്രി എന്ന് പറയുന്ന സെക്ഷൻ ഇല്ലേ, പേസ്ട്രി കിച്ചൺ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ പോയിട്ട് അതിനകത്തും മെർജ് ചെയ്യാനുണ്ട്, അതിനകത്തും കളിക്കുക. ഇനി അതിൻ്റെ ഇടയ്ക്ക് എനർജി തീർന്നു പോയെങ്കിൽ ആഡ് കാണുക. ഇല്ലെങ്കിൽ നമ്മൾ ഡയമണ്ട് ഉണ്ടെങ്കിൽ ഡയമണ്ട് കൊടുത്ത് ചെയ്യുക. ഡയമണ്ടൊക്കെ നമുക്ക് ആഡ് കാണുമ്പോൾ തന്നെ കിട്ടും. ഇതിനകത്ത് ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ അല്ലാതൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഡെയിലി ടാസ്കിനകത്ത് കുറച്ച് മിഷൻസ് കൊടുക്കും. ആ മിഷൻസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി മാത്രം നമ്മൾ ബാഗിലേക്ക് മാറ്റി വെച്ച ആ ടൂൾ ബോക്സ്, ബാഗിലേക്ക് മാറ്റി കുറച്ച് ടൂൾ ബോക്സ് വെച്ചില്ലേ, ആ ടൂൾ ബോക്സ് ഈ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഡെയിലി ടാസ്ക് അതിനകത്ത് പറഞ്ഞ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ച് അതിനകത്ത് തന്നെ വെക്കുക. അങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടി പെട്ടെന്ന് തന്നെ ഗെയിം കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു ഗിഫ്റ്റ് പോലെ കുറച്ച് ഡയമണ്ടും എനർജിയുമാണ് നമുക്കാണ് ആർട്സ് കിട്ടും. അതുമാണ് പിന്നെ കിടക്കുന്നത്. അങ്ങനെ കണ്ട് ഡെയിലി നമുക്ക് ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് എന്നാലും ഒരു ലെവൽ 15 വരെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും.
ലെവൽ 15 വരെ ഭയങ്കര എളുപ്പമാണ്. ലെവൽ 15 കഴിഞ്ഞാണ് കുറച്ച് പാട് വരുന്നത്, ടഫ് വരുന്നത്. ടഫ് എന്ന് പറഞ്ഞാൽ അത്ര ടഫല്ല. പിന്നെ നമുക്ക് ഒരു ലെവൽ കംപ്ലീറ്റ് ആക്കാൻ 1000 അല്ല 1200 വേണം. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പം ഒരു ദിവസമാണെങ്കിൽ അതിൻ്റെ പാതി വെച്ച് കംപ്ലീറ്റ് ആക്കുക. ഈ ലെവൽ 16 തൊട്ട് 1000 ഈ മറ്റേ സ്റ്റാർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 500 വെക്കുക, പിറ്റേ ദിവസം ഒരു 500, അങ്ങനെ 2 ദിവസം വെച്ച് ഒരു ലെവൽ കംപ്ലീറ്റ് ആക്കി പോവുക. അപ്പോൾ എങ്ങനെയായാലും നിങ്ങളെ കൊണ്ട് 20 ദിവസത്തിന് മുമ്പ് തന്നെ ആ ഗെയിം തീർക്കാൻ പറ്റും. ഗെയിം തീർത്താൽ നിങ്ങൾക്കാണെങ്കിൽ 1300 രൂപ കിട്ടുകയും ചെയ്യും. അതും പോലെ കഴിഞ്ഞാൽ പാസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ പോയി നോക്കിയാൽ നമുക്ക് അതിനകത്തും കുറച്ച് റിവാർഡ് കിട്ടും. റിവാർഡ് ഡയമണ്ടും അല്ലാതെ എനർജിയൊക്കെ അല്ലാതെയും കിട്ടും. അങ്ങനെ വെച്ച് നമുക്ക് കുറച്ച് സ്പീഡിൽ ചേർക്കാൻ പറ്റും. എത്രയും സ്പീഡിൽ ചേർക്കാൻ പറ്റും അത്ര സ്പീഡിൽ തീർക്കാൻ പറ്റും. ഇതിനകത്ത് ഇനി നമ്മുടെ ഡയമണ്ടും തീർന്നു, എനർജിയും തീർന്നു, ആടും തീർന്നു എന്നിരിക്കട്ടെ, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ എനർജി 100-ന് താഴെയാണെങ്കിൽ ഓരോ 2 മിനിറ്റിലും ഓരോ എനർജി വെച്ച് കൂടിക്കൊണ്ടിരുന്നോളും. 0 to 100 ആകാൻ ഒരു 3.5 മണിക്കൂർ മതി. അപ്പം 3.5 മണിക്കൂർ 3.5 മണിക്കൂർ 5 മിനിറ്റ് കളിച്ചാൽ മതി. നിങ്ങൾ ആ 3.5 മണിക്കൂറിൽ 5 മിനിറ്റ് കളിക്കുക. അല്ലാതെ ഡെയിലി ഈ ആർട്സ് കണ്ടുള്ള എനർജി മൊത്തം എടുക്കുക. പിന്നെ ഡെയിലി ടാസ്ക് ചെയ്ത് അതിനകത്തു നിന്നുള്ള എനർജി എടുക്കുക. പിന്നെ ഡെയിലി റിവാർഡിനകത്ത് നിന്ന് എനർജി എടുക്കുക. അങ്ങനെ ആ എനർജി മാത്രം ഡെയിലി കംപ്ലീറ്റ് ആക്കി പോവുകയാണെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ 16 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ്. നമുക്ക് മടുപ്പും വരത്തില്ല. ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി. ഇത് മറ്റ് ഗെയിമുകളെ പോലെ കുത്തിയിരുന്നൊന്നും കളിക്കണ്ട. ആഡ് വരും, ഇടയ്ക്ക് ആഡ് കയറി വരും എന്ന ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ, അല്ല ഓട്ടോമാറ്റിക്കലി ആടൊന്നും കയറി വരത്തില്ല. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഗെയിമാണ്, എളുപ്പമുള്ള ഗെയിമാണ്. ടൈം ബക്സിലെ മറ്റ് ഗെയിമുകളെ വെച്ച് അപേക്ഷിക്കുമ്പോൾ വളരെ എളുപ്പമാണ് കംപ്ലീറ്റ് ആക്കാൻ. ആരും ഈ ഓഫർ മിസ്സാക്കി കളയരുത്. പിന്നെ നമ്മൾ ഈ ലെവൽ 5 വരെ കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ച് വെബ്സൈറ്റ് വന്നിട്ട് ഓഫർ വാൾ എടുത്ത് മൈ ചിപ്പിനകത്ത് കയറിയിട്ട് നമ്മുടെ മേജ് ടൗൺ എന്നുള്ള ഗെയിമിനകത്ത് നമ്മുടെ ട്രാക്കായോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണം. അപ്പം നമ്മൾ ലെവൽ 5 വരെ കംപ്ലീറ്റ് ആക്കിയിട്ട് ലെവൽ 5 കയറുന്ന സമയത്ത് വന്ന് നോക്കുക. നോക്കിയിട്ടാണെങ്കിൽ നമുക്കൊരു 23 അല്ലെങ്കിൽ 30 15 സെൻറ്റ് അത്രയും കണ്ട് ഫസ്റ്റ് കിട്ടത്തുള്ളൂ. അത് കിട്ടിയോ ഇല്ലയോ നോക്കണം. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിം ട്രാക്കായിട്ടാണ് അർത്ഥം. അത് കഴിഞ്ഞ് പിന്നെ 25 ലെവൽ കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് $9 കിട്ടും. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു $6 എക്സ്ട്രാ കിട്ടുമെന്ന്. മൊത്തം $15 കിട്ടുന്നതെന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്നാണോ ഈ ഗെയിം ഫിനിഷ് ചെയ്യുന്നത് അന്നത്തെ ടോപ്പ് 100 ഏണേഴ്സിൽ നമ്മൾ ലിസ്റ്റിൽ നമ്മൾ കാണും. അപ്പം അന്നാണെങ്കിൽ നമ്മൾ 100ാമത്തെ പൊസിഷനാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിലും നമുക്ക് $1 ബോണസായിട്ട് കിട്ടും. അപ്പം $1 ബോണസ് കിട്ടുമ്പം നമ്മുടെ ഏണിങ്സ് $10 അതും പോരാഞ്ഞ് ഗെയിംസിന് വേണ്ടി തന്നെ വേറൊരു ലാഡറും കൂടിയുണ്ട്. ഒരാഴ്ച ഗെയിമിനകത്ത് ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുത്തുകൊണ്ടുള്ളതാണ്. അതിനകത്ത് നമുക്ക് എന്നായാലും 100ൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു റാങ്ക് കാണും. അതിനകത്ത് ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞാൽ $5 അപ്പോൾ $5 അപ്പോൾ മൊത്തം $15. അപ്പോൾ 15 അപ്പം $15 എന്ന് പറയുമ്പോൾ ഞാൻ വീഡിയോ പറഞ്ഞത് തന്നെ 1300 ഇന്ത്യൻ റുപ്പീസാണ് വരുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഓഫറാണ്. ആരും മിസ്സാക്കി കളയരുത്. അത്യാവശ്യം ഒരു ഗ്രാഫിക്സൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഗെയിമാണ്. വലിയ കുഴപ്പമില്ലാതെ എല്ലാവർക്കും കളിച്ച് എടുക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. പിന്നെ നിങ്ങൾ ഗെയിം കംപ്ലീറ്റ് ആകുന്ന മുമ്പ് തന്നെ ഒരു അക്കൗണ്ട് ഒരു $5 ആക്കിയിട്ട് എങ്ങനെയും അക്കൗണ്ട് വെരിഫൈ ആക്കണം. അക്കൗണ്ട് വെരിഫൈ ആയെങ്കിൽ മാത്രമേ നമുക്ക് ലാഡറിൽ കയറാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊരു $6 നഷ്ടം, ഒരു $9 മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എളുപ്പമുള്ള ടാസ്ക്കാണ്. ആരും മിസ്സായി കളയരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയുടെ ഇടയ്ക്ക് കുറച്ച് സ്റ്റക്കായി നിൽക്കുന്ന കണ്ടു. അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കണ്ട് അതൊന്ന് നൈസായിട്ടൊന്ന് അവോയ്ഡ് ചെയ്യണേ. ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.